ഏറ്റവും പ്രധാനപരമായിട്ടുള്ളൊരു വഴിപാടാണ് വിവാഹപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം. വിവാഹ തടസ്സപരമായിട്ട് നിന്ന് മറ്റ് ഏതെല്ലാം വഴിപാടുകൾ ചെയ്തിട്ടും കാലങ്ങളോളം അന്വേഷിച്ചിട്ടും വിവാഹം നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് വേണ്ടി ഉള്ളൊരു വഴിപാടാണ്. വിശ്വാസപരമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യണം. അതിൻ്റേതായിട്ടുള്ളൊരു ഫലം നിങ്ങൾക്കിത് ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി മഹാഗണപതി ക്ഷേത്ര ദർശനം ചെയ്യുകയും നാരങ്ങമാല, കറുകമാല ഇവ ഭഗവാന് പ്രദക്ഷിണം ചെയ്ത് കൊണ്ടുവന്ന് സമർപ്പണം ചെയ്യുകയും അതിലുപരി യഥാശക്തി അനുസരിച്ചുള്ള നാമങ്ങൾ, വഴിപാടുകൾ ഇതെല്ലാം സമയം കണ്ടെത്തി ക്ഷേത്രാങ്കണത്തിലിരുന്നു കൊണ്ട് ഭഗവാനുമായിട്ടുള്ളൊരു ആത്മബന്ധം പുലർത്തിയെടുക്കണം. ക്ഷേത്ര ദർശനം നടത്തുകയും അവിടുത്തെ അലങ്കാരകൃതമായിട്ടുള്ള കാര്യങ്ങൾ പോയി നോക്കി നിന്നിട്ട് വരുന്നതിനകത്തല്ല നമുക്ക് കാര്യങ്ങൾ നടക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. വെള്ളം കുടഞ്ഞ് കൈയും കാലും കഴുകി ദേഹത്ത് തളിച്ചതിന് ശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ മുകളിലിരിക്കുന്ന വാഹനം തൊഴുത്, കൊടിമരത്തിൻ്റെ താഴെയിരിക്കുന്ന ദ്വാരപാലകരെ തൊഴുത്, അവിടുന്ന് നേരെ നമ്മൾ മുഖമണ്ഡപം തൊഴുത്, ബലിക്കല്ല് തൊഴുത് അകത്തോട്ട് കയറി ഭഗവാന്റെ ദർശനം കഴിഞ്ഞതിന് ശേഷം തിരിച്ചിറങ്ങി വന്ന് പ്രദക്ഷിണമൊക്കെ ചെയ്ത് സ്വസ്ഥമായിട്ട് അവിടെ മാറിയിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിൽ ധ്യാനിക്കണം. ഈ വന്ന കാര്യം സാധ്യമാക്കി തരണം മഹാഗണപതി ഭഗവാൻ. വെള്ളിയാഴ്ച ദിനങ്ങളിൽ വന്ന് ഈ ഒരു വഴിപാടുകൾ മുടക്കമില്ലാതെ ഞാൻ ഇത്ര നാളേക്ക് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ ചെല്ലാൻ നേരത്ത് നാളികേരത്തിൻ്റെ എണ്ണം കൂട്ടി ക്ഷേത്ര മൊത്തത്തിൽ ഒരു പ്രദക്ഷിണവും ചെയ്ത് വന്ന് നമ്മളത് എറിഞ്ഞുടയ്ക്കണം. അപ്പം വെള്ളിയാഴ്ച ദിവസം ഇത്തരം കാര്യങ്ങൾ മഹാഗണപതി ഭഗവാന് ചെയ്യുകയും ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം ചെല്ലുകയും ഭഗവാന് ഈ പറഞ്ഞ കണക്ക് കൂവളമാലയും നാരങ്ങമാലയും സമർപ്പിക്കണം. പൗർണമി നാളിൽ പാർവതി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് പാൽപായസവും സ്വയംവര മന്ത്രാർച്ചന നടത്തുകയും ഉപരി ഒരു കുങ്കുമാർച്ചനയും നടത്തണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് കൂടാതെ നേരത്തെ മറ്റ് വഴിപാടുകളെല്ലാം ചെയ്തിട്ടും തടസ്സപരമായിട്ട് നിൽക്കുന്നു എന്ന് കാണുന്ന വ്യക്തികൾക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പട്ടും താലിയും ദേവിക്ക് ദക്ഷിണയോടുകൂടി സങ്കല്പിച്ച് സമർപ്പിച്ച് മാറ്റി വെക്കുക. നിങ്ങളുടെ ഈ കാര്യം സാധ്യമായി കഴിയാൻ നേരത്ത് ക്ഷേത്രത്തിൽ ചെന്ന് റെസിപ്റ്റ് എഴുതി ക്ഷേത്രത്തിൽ ഇവ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ദേവിക്ക് യഥാശക്തി അനുസരിച്ചുള്ള വഴിപാടുകളും നിങ്ങളുടെ സാമ്പത്തിക രീതി അനുസരിച്ചുള്ള വഴിപാടും ചെയ്ത് സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും നടത്തി തന്നതിന് ദേവിയോട് നന്ദിയും സങ്കല്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തിരികെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരുടങ്ങളിൽ വന്ന് കയറാം. അപ്പോൾ ഇതെല്ലാം ഒരു വിശ്വാസമാണ്. വിശ്വാസം എന്ന് ഈ പറയുന്നതിൻ്റെ കാരണം ആ ഒരു വാശിയോടുകൂടിയും ഇതിൻ്റെ ഇടയിൽ ഈ വഴിപാടുകൾക്ക് പോകുന്ന സമയത്ത് പല വിധേനയുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും പലതും ഉണ്ടാകും. ഇതിനെല്ലാം മനസ്സിലാക്കി മുൻകൂട്ടി ചിന്തിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ കൃത്യനിർവഹണം നടത്തിയെടുക്കണം. അപ്പോൾ ആ തടസ്സഗതികളെ മാറ്റി അതിനെ ചേതനാവസ്ഥയിലേക്ക് കൊണ്ട് കളയിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു നെഗറ്റീവിനെ ഒഴിഞ്ഞു കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ആ പോസിറ്റീവായിട്ടുള്ള ചൈതന്യത്തെ നമ്മളുടെ ആരുടങ്ങളിൽ കൊണ്ടുവരാൻ. ഇവിടെ എല്ലാം പോയി ഈ വഴിപാടുകൾ ചെയ്യാൻ നേരത്തും നമ്മുടെ ആരൂഢത്തിൻ്റെ അഡ്രസ്സും വീട്ടുപേരും പറഞ്ഞ് വേണം നമ്മൾ കൃത്യമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാൻ. നമ്മുടെ സുഖത്തിലായാലും ദുഃഖത്തിലായാലും നമ്മളെ ചുമക്കുന്നതും നമുക്ക് വേണ്ട സംരക്ഷണം ചെയ്യുന്ന നമ്മുടെ ആരൂഢങ്ങളെ നമ്മളെപ്പോഴും ഒരു ദേവാലയമായിട്ട് തന്നെ കരുതണം. ആ ദേവസാന്നിധ്യം നമ്മളിലുള്ളത് ആ ആരൂഢത്തിലാണ് വസിക്കുന്നതെന്നുള്ള ചിന്തയോടുകൂടി എപ്പോഴും വൃത്തിയോടും ശുദ്ധിയോടും കൂടി നമ്മൾ ഈ വഴിപാടുകൾക്ക് ഇറങ്ങി പോകാൻ നേരത്തായാലും തിരിച്ചു വന്ന് കയറാൻ നേരത്തായാലും 100% നമ്മളുടേതായിട്ടുള്ള പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സൊക്കെ എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ച് വേണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ. പല വഴിപാടുകളും നമ്മൾ ചെയ്ത് പല പൂജകളും നമ്മൾ ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ട് നമുക്കൊരു മാറ്റഗതി വരുന്നില്ലല്ലോ എന്നുള്ളൊരു മനസ്സോടുകൂടി പോകാൻ പാടില്ല. ആ ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെ ഗുണവും ഫലവും മണവും ഒക്കെ നമുക്കിതിൽ
ഇതിൽ നിന്ന് തന്നെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും വാശിയോടു കൂടിയും കൃത്യമായിട്ട് ഒരു വഴിപാട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ വലിയ സാമ്പത്തികങ്ങൾ ചിലവാക്കിയുള്ള മഹാപൂജകളിൽ നിന്ന് ഒഴിവായി നിങ്ങൾക്ക് ഈ ഒരു കാര്യം സാധ്യമായി മാറിയിരിക്കും. അതിലൊരു സംശയവും ഇല്ല.